സോ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണ്, സ്പോർട്സ് മാൻ ആണ്. അതുപോലെ തന്നെ ഒത്തിരി സഹായങ്ങൾ, ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മളുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുന്ന, നമ്മൾക്ക് സ്നേഹം വിതറുകയാണ് അല്ലെ. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ നമ്മളുടെ മലയാളികൾക്ക് തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് ഏറ്റവും ആഘോഷപൂർവ്വം വേണം നമ്മൾ ഇന്ന് നടത്തുവാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് ഇവിടെ തന്നെ വേണം. സോ യെസ്, ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് മലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു റിനോവേറ്റ് ചെയ്ത നമ്മളുടെ പുതിയ സ്ഥാപനത്തിന്റെ ആ ഒരു ഏറ്റവും മംഗളകരമായിട്ടുള്ള ആ ഒരു നിമിഷമാണ്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ഒന്നുകൂടെ വെൽക്കം ചെയ്യുന്നു ടു ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ. സോ നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും നിലവാരമുള്ള കോഴ്സുകളാണ്. സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലെ. എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ അല്ലേ ഉള്ളത്? ആണോ? ആണ്. സോ ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എത്ര പേർക്കറിയാം? അങ്ങനെ ആർക്കും അറിയില്ല അല്ലെ. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കേണ്ടത് ഒരു നല്ല ആളുടെ അടുത്തായിരിക്കണം. സോ അങ്ങനെ ഒരു നല്ല സർവീസ് കിട്ടണമെങ്കിൽ അതിന്റെ പുറകിലെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. സോ ഡെഫിനറ്റ്ലി ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ജോബ് അഷ്യൂർ ചെയ്തുകൊണ്ട് നിങ്ങളെ ആ ഒരു കോഴ്സ് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ മലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും 100% പ്ലേസ്മെന്റ് നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഇവിടുന്ന് തന്നെ ഒത്തിരി ബ്രാൻഡഡ് കമ്പനീസിലേക്ക് Conquer the world with love. I love you, everybody. പാവങ്ങൾ തൻ കണ്ണീരപ്പാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി എന്റെ കൂടെ നിങ്ങൾ ചേരുന്നു. ജനനന്മയ്ക്കായി ബോബി ഫാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, അംഗമാകൂ. ജനനന്മയ്ക്കായി ബോബി ഫാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, അംഗമാകൂ. Conquer the world with love. I love you, everybody. മലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള വിനീഷ് തോമസ് അവരുകളാണ്. സോ അദ്ദേഹത്തിനാണ് തന്നെ നല്ലൊരു കൈയ്യടി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അദ്ദേഹമാണ് ഇന്ന് ഈ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നത്. നമ്മുടെ ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ആരാധനായ പ്രസിഡന്റ് ശ്രീ വി ജി വിഷ്ണു, മാവേലിക്കര SHO ഈ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലതാ മുരുകനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബോച്ചെ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫോം ആണ്. മലയാളികൾ എല്ലാവരും കൂടെ സ്നേഹത്തോടെ ഇട്ട ഒരു പേരാണ്. പല ആൾക്കാരും ചോദിക്കും എങ്ങനെയാണ് ഈ പേര് വന്നത്. ബോച്ചെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തൊരു പെറ്റ് നെയിമാണ്. ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് ആ പേരിലാണ്. ഒരുപക്ഷെ ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരു ദിവസം മുഴുവൻ സംസാരിച്ചാൽ തീരാത്ത അത്ര പ്രത്യേകതകളുള്ള നമ്മുടെ കേരളത്തിലെ മനുഷ്യരെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ ഒരു തലത്തിലല്ല, ഒരു വ്യക്തിക്ക് ഒരു കഴിവുണ്ട്, അയാൾ വലിയ ആളായി എന്ന് നമുക്ക് പലയിടത്തും കേട്ടിട്ടുണ്ട്. മ്യൂസിക്കിലും സിനിമയിലും അഭിനയത്തിലും ഒക്കെ. ഇത് യഥാർത്ഥത്തിൽ സർവകലാ വല്ലഭൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ബോച്ചെ. കാരണം ബിസിനസ്മാൻ, എന്റർടൈനർ, സോഷ്യൽ വർക്കർ, അതുപോലെ തന്നെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള സ്പോർട്സ്മാനും കൂടെയാണ് ബോച്ചെ. കൂടുതൽ ഞാൻ പറയുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബോച്ചെ, മാവേലിക്കരുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 നൂറ്റാണ്ട് പഴക്കമുള്ള ബുദ്ധപ്രതിമ ഇരിക്കുന്ന സ്ഥലമാണ്.
ഏഷ്യയുടെ വെളിച്ചമായിരുന്ന ശ്രീ ബുദ്ധന്റെ, അതോടൊപ്പം ഇന്ന് കാരുണ്യത്തിന്റെ വെളിച്ചമായ ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ നമ്മുടെ വിശിഷ്ട അതിഥികളായ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്, ആലപ്പുഴയുടെ കായിക മേഖലയിൽ സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട VG വിഷ്ണു, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് VG വിഷ്ണു, ചേട്ടൻ നമ്മുടെ സ്വന്തം ചേട്ടനാണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ സിനിമാ സംവിധായകൻ, ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമയുടെ സംവിധായകനും അദ്ദേഹമായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ തന്റെ വ്യക്തിത്വം പതിപ്പിച്ച് സ്വതന്ത്ര സിനിമയിലേക്ക് കടന്നു വന്ന് ഇന്ന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന തന്മയി എന്ന സിനിമയുടെ ഡയറക്ടർ ശ്രീ സജി കെ പിള്ളയെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള യുവത്വം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇന്ന് യൂട്യൂബില് ഇവരുടെ ഷോർട്സ് ഇപ്പൊ നോക്കിയാലും ട്രെൻഡിങ് കിടക്കുന്ന, എല്ലാ ആഴ്ചയിലും ഇവരുടെ വീഡിയോസ് ട്രെൻഡിങ് ആണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സൈക്കോ ഓഡിയൻസിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മലയാളക്കരയുടെ സഹോദരങ്ങളായി മാറിയ ശ്രീ KD കമ്പനി കണ്ണപ്പനും ദാസപ്പനും, കണ്ണപ്പൻ മാത്രമേ എത്തിയിട്ടുള്ളൂ, ദാസപ്പൻ വന്നിട്ടില്ല. ഇവരെ എല്ലാ ആൾക്കാരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് ഈ ഒരു വേളയിൽ. Hello, hi, my dear friends. Love you, love you, love you. ഈ ഇത്രയും ചൂടത്ത് ഇത്ര നേരമായിട്ട് നിങ്ങൾ നിൽക്കുമ്പോ ഞാൻ സമ്മതിച്ചു പോയി. കാരണം എന്റെ ഒരു വിചാരം, എന്റെ ഒരു അഹങ്കാരം മാറിപ്പോയി. കാരണം കുറെ വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് ഈ ഏപ്രിൽ മെയ് ഈ സമയത്താണ് ഞാൻ 812 കിലോമീറ്റർ റോട്ടിലൂടെ ഓടിയത്. പാലക്കാടൊക്കെ ചൂടേറ്റ് പലരും മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് വട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വെയിൽ കൊള്ളാനുള്ള ശക്തി എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഇവരൊക്കെ തീർച്ചയായിട്ടുള്ളവരാണ്, ചങ്കുറ്റുള്ളവരാണ്. നന്ദി നന്ദി നന്ദി. തീർച്ചയായിട്ടും മലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 300 ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവിടെ എന്റെ ഫ്രണ്ടാണ്, സ്പോർട്സ്മാനാണ്, മാത്രമല്ല ബോച്ചെ ഫാൻസിന്റെ ആലപ്പുഴ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ്. ഇവര് ഒരുപാട് ആക്റ്റീവ് ഉണ്ട്. അടുത്ത ഹനി, അങ്ങനെ ഒരുപാട് പേരുണ്ട് വളരെ ആക്റ്റീവായിട്ട് ആലപ്പുഴ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയായതിന്റെ പേരിൽ കൂടെ എനിക്ക് അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വരുന്ന 100 പേർക്ക് ബോച്ചെ ടീ വിത്ത് ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് സൗജന്യമായി നൽകും. 40 രൂപയുടെ ബോച്ചെ ടീയുടെ വിലയല്ല, അതില് 10 ലക്ഷത്തിന്റെയും 25 കോടിയുടെ ഒക്കെ ഒരു ടിക്കറ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ടായില്ല. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ദിവസേന എന്റെ വീഡിയോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ദിവസേന 10 ലക്ഷം കിട്ടുന്നവരെ ഞാൻ വിളിച്ച് അനുമോദിക്കാറുള്ള വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും 13,703 പേർക്ക് ക്യാഷ് പ്രൈസുകളാണ്. 10 ലക്ഷത്തിന് പുറമെ പിന്നെ 25 കോടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ 100 പാക്കറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന 40 രൂപയുടെ ചായയല്ല, ചായ അടിപൊളിയാണ്, എന്നെ പോലെ സൂപ്പർ സ്ട്രോങ് ആണ്. അതടിച്ചാൽ ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കും ചെയ്യാം. അപ്പൊ അതില് 3-4 പേർക്ക് ഞാൻ നേരിട്ടിട്ട് ആ ചായപ്പൊടി പാക്കറ്റ് തരുകയാണ്. ബാക്കി ഇവര് തരും, കാരണം ഇത്രയും ക്രൗഡ് ആയതുകൊണ്ട്. വിളിക്കണോ? 9,000 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ആദ്യത്തെ റൗണ്ടില് ഓരോ ജില്ലയിലും 10 പേർക്കാണ് ഈ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. 10 പേർക്കാണ് ഓരോ ജില്ലയിലും. അതിനുശേഷം പഠിച്ചിട്ട് അടുത്ത് കൊടുക്കും. ഇപ്പൊ 3 ഏരിയയിലാണ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി ചോദിച്ചിട്ടുള്ളത്. ബോച്ചെ പാർട്ട്ണർ മല്ലികയുടെ സ്റ്റോറി ഇവർക്ക് അറിയാം അല്ലേ? അറിയോ?
കള്ളൻ കയറി എല്ലാം കൊണ്ടുപോയി നാരങ്ങ മിഠായി അടക്കം. ഞാൻ വീഡിയോയിൽ ആ കരച്ചിൽ കണ്ടിട്ടാണ് അവിടെ ചെന്നിട്ട് ബോച്ചേറ്റിയുടെ ഒരു ഫ്രാഞ്ചൈസി ഇട്ട് കൊടുത്തത്. മല്ലിക രക്ഷപ്പെട്ടു. മല്ലിക താരായി രക്ഷപ്പെട്ടു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരാധകരൊക്കെ പോലെ. അപ്പൊ 1 തൊട്ട് 5 വരെയുള്ള ടോക്കൺ നമ്പർ വിളിച്ചിട്ട് ഞാൻ തരികയാണ്. ആദ്യത്തെ ബാക്കി നമ്പർ 1 ടോക്കൺ ആരുമില്ല. ആ വരൂ കയറി നിൽക്കും. പേരെന്താ? മുത്ത് തിരുനെൽവേലി. ഞാൻ നിൽക്കുന്ന സാധനം ഡയമണ്ട് മുത്തൊക്കെ. അമ്മ നിങ്ങൾ മുത്താണ്. ഒന്നാമത്തെ ആളായിട്ട് എത്തിയില്ലേ? ഒന്നാമത് എത്തുന്ന ആള് മുത്ത് തന്നെയാണ്. 30ஆம் தேதி ட்ரெயினில் ட்ராவல் பண்ணி அப்புறம் நேற்று இவரை உச்சைக்கு 12 மணிக்கு வந்து அப்புறம் தனி இது பண்ணாங்க. അപ്പൊ തമിഴാ? എന്തോ ഒരു திருநெல்வேலி. திருநெல்வேலி. தமிழ் நமக்கு ரொம்ப பிடிக்கும். தமிழ் பாட்டு எல்லாம் சூப்பரா இருக்கு. ഓക്കെ മുത്തു, കൺഗ്രാചുലേഷൻ. ഇത് 40 രൂപയുടെ ഫ്രീ ആയിട്ടുള്ള ചായപ്പൊടി ആണെങ്കിൽ ഇതിന്റെ അകത്തിരിക്കുന്നത് വലിയ വില്ലനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ ഒരു കൂപ്പൺ ഉണ്ട്. 25 കോടിയോ 10 ലക്ഷമോ 25,000 10,000 എത്രയാന്ന് അറിയില്ല. 13,700 പേർക്ക് ഡെയിലി സമ്മാനാണ്. അപ്പൊ മുത്തുവിനൊരു 10 ലക്ഷമോ 25 അടിക്കട്ടെ കേട്ടാ. വിഷ് ഗുഡ് ലക്ക്. ടോക്കൺ കൊടുക്കാൻ മറക്കണ്ട. കൺഗ്രാറ്റ്സ്. പോവില്ല. എന്താ പേര്? ഇതിനെ കരയില് സന്തോഷകരത്തിലാണ്. കൊല്ലം പറവൂർന്നാണ്. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. 10 ലക്ഷം നിങ്ങൾക്ക് തന്നെ അടിക്കട്ടെ കേട്ടോ. എന്താ സന്തോഷമായിട്ട്. തീർച്ചയായിട്ടും കോശയോടുള്ള സ്നേഹമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്പർ 3. ഇവിടെ തന്നെ. ഓയ്യോ കാലുമ വീട്ടിലെ അതൊക്കെ പഴയ ഫാഷനാ. കാരണം എനിക്ക് സ്നേഹം ഉണ്ടായാൽ മതി ഉള്ളില്. ദൈവമേ, അപ്പൊ ഞാനൊന്നുമല്ല. ഞങ്ങൾ 3 സ്ത്രീകളും 2 പുരുഷന്മാരും ഞങ്ങൾ കാവലാട്ട് ഞങ്ങൾ 5 പേര് വന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് രാവിലെ മൊത്തം ഉറങ്ങി. അതെ, ഞങ്ങളുടെ ഓട്ടോയ്ക്ക് പുലർച്ചെയല്ലേ? അപ്പൊ നിങ്ങളുടെ ക്ഷമ ഞാൻ സമ്മതിച്ചു. പുലർച്ചെ വന്നിട്ട് ഈ നേരമായിട്ട് നമ്മൾ ഈ നേരം വന്നിട്ട് ഇച്ചിരി നേരമായപ്പോഴേക്ക് വല്ലാണ്ടായി തുടങ്ങി. സാറേ, എന്റെ അച്ഛൻ മരിച്ചിട്ട് 18 ദിവസമേ ആയുള്ളൂ. എനിക്ക് വീട് പണി പകുതിയായി കിടക്കുന്നു. എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ 6 വർഷമാകുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. കാർപ്പറേഷനായ ഒരു അമ്മയുണ്ട്. എനിക്ക് അവരെയും കൊണ്ട് ഒറ്റയ്ക്ക് പോറ്റാൻ പറ്റുന്നില്ല, കഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ സാറിനെ നേരിട്ട് വന്നൊന്ന് കണ്ട് ഒരു സഹായം ചോദിക്കാനും കൂടിയാ വന്നത്. എനിക്കിത് കഴിയുമെന്ന് വിചാരിച്ചില്ല സാറേ ഞാൻ ഒരിക്കലും. ഇത് പേടിക്കണം. അയ്യോ കാലുമ വീടില്ലേ, കാല് വേരല്ലേ. ഇവിടെ ഇതാ ബോച്ചെ ഫാൻസ് ആലപ്പുഴ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഉണ്ട്. കഴിയാവുന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കഴിയാവുന്ന സഹായം ചെയ്യും. ബോച്ചെ ഫാൻസ് ബോച്ചെട്ടി ഇൻസ്റ്റാഗ്രാമിലാണ് സഹായത്തിന് വേണ്ടി ചെയ്യുന്നത്. ഈ ബോച്ചെട്ടി വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ദിവസേന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യും കേട്ടോ. അത് വാങ്ങിച്ചോ. 10 ലക്ഷം അടിക്കട്ടെ കേട്ടാ. എന്താ കൂപ്പം പറയട്ടെ. ഇത് കഴിഞ്ഞോട്ടെ, ഓരോ ചടങ്ങുകൾ കഴിഞ്ഞോട്ടെ. അല്ലെങ്കിൽ ഓരോരുത്തരും പറയാൻ നിന്ന ഈ പരിപാടിയൊക്കെ നിന്ന് പോകും. 4ാമത്തെ കൂപ്പൺ എവിടെയാ? വരൂ കയറി വരൂ. പറഞ്ഞോ പേര്, സ്ഥലം, അഡ്രസ്. ഓച്ചിറ. എന്താ ചെയ്യുന്നത്? പെയിന്റിങ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഒരു ജോലി. എന്ത് ജോലി അവൻ? 3 പേര് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഞാൻ. ഞങ്ങൾ 3:30 വന്നത് സാറേ. അപ്പൊ സ്ത്രീകള് മൊത്തം അടിച്ചോണ്ട് പോയില്ലേ? ടീമായിട്ട് വന്ന് കൊണ്ടുപോവാണ്. ഓക്കെ, 10 ലക്ഷം അടിക്കട്ടെ. വസന്ത. അപ്പൊ വസന്തം പിരിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പിടിച്ചോതാ ഐശ്വര്യമായിട്ട്. അടുത്തതായി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ബോച്ചെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പണമായി ഒന്നും വാങ്ങാറില്ല. പക്ഷെ ഒരു നിർബന്ധമുണ്ട്. ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ ഏരിയയിൽ അർഹതയുള്ള 3 ആൾക്കാർക്ക് ചാരിറ്റി ധനസഹായം ചെയ്താൽ മാത്രമേ ബോച്ചെ ഒരു പരിപാടിക്ക് എത്താറുള്ളൂ. അദ്ദേഹത്തിന് പണമായി ഒന്നും വേണ്ട.
അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത ആലപ്പുഴ ജില്ലയിലെ 3 ആൾക്കാർ, ഒന്ന് കുട്ടനാട്ടിൽ നിന്നുമാണ് ബിനു ചൊല്ലിത്ര വെളിയനാട് ആലപ്പുഴ. അദ്ദേഹത്തിന്റെ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം ബാധിച്ച് ചികിത്സയിലാണ്. വീടൊക്കെ വിറ്റു. ഞങ്ങളൊരു ചെറിയ സഹായം കൊടുക്കുന്നുള്ളൂ, നിങ്ങൾക്കും ഒക്കെ സഹായിക്കാൻ പറ്റും. പ്രിയപ്പെട്ട ബിനു ചോനിത്രയെ വേദിയിലേക്ക് ക്ഷണിക്കുവാണ്. ഫാൻസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അനി ഹനീഫ്, ട്രഷറർ സാംസൺ കെ ജെ എന്നിവരും കോച്ചോടൊപ്പം ഈ ധനസഹായം കൈമാറുകയാണ്. വഴി കൊടുക്കണം, ആ വഴിക്കാണ് വരുന്നത്. വെളിയനാട് സ്വദേശിയാണ്. പാവങ്ങൾക്ക് കൊടുക്കില്ല, അങ്ങനെയാണ്. ഞാൻ ഈ 10-300 ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടും എനിക്ക് കിട്ടിയ പൈസ 1 രൂപ പോലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. പലരും 25,000 തരും, 50,000 തരും, 2 ലക്ഷം തരും, പലതും തരും. അതൊക്കെ അവിടെ വെച്ച് അർഹിക്കുന്ന ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അർഹിക്കുന്നവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിനീഷും ആ നല്ല മനസ്സ് കാണിച്ച് നല്ലൊരു തുടക്കമാണ്. ചാരിറ്റി 3 പേർക്ക് അത് കൊടുക്കുകയാണ് വീതിച്ചിട്ട്. മുനിസിപ്പാലിറ്റി 11ാം വാർഡിലെ ആളാണ്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. എങ്കിലും ഒരു ഒഴിവ് സമയത്ത് ജോലിയൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. രാജൻ കെയുടെ പത്നിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുവരെ മുഹമ്മദ് ഐഷ. അദ്ദേഹത്തിന്റെ സ്നേഹം ആ ഒരു ചിത്രത്തിൽ വരച്ച് തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ഒരു സ്നേഹമായ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോ അതിനകത്ത് 3ാമത്തെ സമ്മാനത്തിന്റെ ആ വിജയിയാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. ബോഷെ 155 155 ഉണ്ടെങ്കിൽ നമ്മളുടെ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. തേർഡ് പ്രൈസ് ആണ്, ഹെഡ്സെറ്റ് ആണ്. കൂപ്പൺ കാണിക്കുക, ബോച്ചയിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങും. 3rd പ്രൈസ് ആണ്, ഹെഡ്സെറ്റ് ആണ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. കൂപ്പൺ കാഴ്ചയുടെ ശേഷം നമ്മുടെ ബോച്ചയുടെ കയ്യിൽ നിന്നും ആ ഒരു സമ്മാനം ഇപ്പോൾ വാങ്ങാവുന്നതാണ്. അടുത്ത 2ാം സമ്മാനം സ്മാർട്ട് വാച്ച് ആണ്. താങ്ക് യു സോ മച്ച്. 444 ഉണ്ടോ? 444 ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തയാളെ വിളിക്കും. 444 നമ്പർ കൂപ്പൺ കയ്യിലുള്ള ആള് സ്മാർട്ട് ഫോൺ അടിച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് പ്രൈസ് സ്മാർട്ട് ഫോൺ 124. ഫസ്റ്റ് പ്രൈസ് 124 ഉണ്ടോ? 124 ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കയറി വരിക. ബോഷയുടെ കയ്യിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. സ്മാർട്ട് ഫോണോ? സ്മാർട്ട് ഫോൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. സ്മാർട്ട് ഫോൺ ആണ്. പേരെന്താണ്? ഡെയ്സി. ഇതെവിടെ? ഡെയ്സി ചേച്ചി ആ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇത് അറിയില്ല ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഉപയോഗിച്ചാലോ? ഉപയോഗിക്കാൻ അറിയോ? മാനേജ് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഡെയ്സി സ്മാർട്ട് ആവാൻ പോവാണ് വിത്ത് സ്മാർട്ട് ഫോൺ. തീർച്ചയായിട്ടും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ആൻഡ് ഏറ്റവും ലക്കി ആയിട്ടുള്ള ആളാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ. ബോഷയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ശുദ്ധമായി മലയാളം സംസാരിക്കുന്ന ആൾക്കാരുടെ സ്ഥലമാണ്. ഇപ്പൊ മാവേലിക്കരയുടെ ഒരു സ്നേഹാദരവ് കോച്ചയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി നമ്മുടെ കൗൺസിലറും അതോടൊപ്പം സിനിമാ സംവിധായകൻ സജി കെ പിള്ളയും ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വി ജി വിഷ്ണുവും ചേർന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഉന്നതിയിലെത്തിച്ച നമ്മുടെ വള്ളംകളി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലകായിക മേളയുടെ ഓർമ്മയ്ക്കായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബോച്ചയ്ക്ക് സ്നേഹാദരവ് കൈമാറുന്നു ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും സജി കെ പിള്ള സിനിമാ സംവിധായകൻ ലതാ മുരുകൻ. അവർക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹ സമ്മാനമാണ് ഇപ്പോൾ നൽകുന്നത്. സെഷന് ശേഷം നമ്മുടെ സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി ബോച്ചെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകും. അവിടെ എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളാനായിട്ടുള്ള സ്ഥലമില്ല. അതുകൊണ്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. കുറച്ച് ആൾക്കാർ മാത്രമേ മുകളിലേക്ക് കയറത്തുള്ളൂ. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ ഇവിടെ ആദരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അവർക്കുള്ള ആദരവും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഓഫീസ് റൂമിൽ വെച്ചായിരിക്കും. ഒരു 20 മിനിറ്റിന് ശേഷം ബോച്ചെ തിരിച്ചു വരും. അതിനുശേഷം കാണേണ്ട ആൾക്കാർക്ക് ഇവിടെ വെച്ച് കാണാം.
ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മുടെ സ്ഥാപനം എത്ര വലുതാണെങ്കിലും എത്ര നല്ലതായിട്ട് പോകുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാതെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ബിസിനസ് ഒരു രീതിയിലല്ലാതെ നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ചെയ്തു തരുന്നത്. അതിന്റെ MD ഏറ്റവും പ്രിയപ്പെട്ട രാകേഷ് രാധാകൃഷ്ണനുണ്ട്. കോച്ചയ്ക്ക് പരിചയമുള്ള ആളാണ്. കൂടുതലൊന്നും പറയുന്നില്ല. കോച്ചയെ നമ്മുടെ ഇവിടുന്ന് പഠിച്ചിട്ട് പോയ ഒരു 17 കുട്ടികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം അവിടെ നിരന്നിട്ടുണ്ട്. അതില് ആദ്യ വർഷം നമ്മുടെ ഏറ്റവും വലിയ വിജയം ഇതാണ്. ആദ്യ വർഷം പഠിച്ചിട്ട് പോയി ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. അവർ നല്ല ശമ്പളം മേടിക്കുന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ഇൻഡസ്ട്രി വന്നാൽ ചിലപ്പോൾ ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ രക്ഷപ്പെടുത്തില്ലെന്ന് ഉറപ്പിട്ട് അവർ ഇട്ടിട്ട് പോകും. ശരിയല്ലേ? ആദ്യത്തെ വർഷം നമ്മുടെ 13 കുട്ടികളാണ് ഇവിടെ പഠിച്ചത്. അവരിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ. അവരൊക്കെ പോളിടെക്നിക്കിലൊക്കെ നല്ല മാർക്ക് മേടിച്ചു. എന്ത് വിശ്വസിച്ചാണോ അന്ന് വന്നെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു കൊടുത്തു. അപ്പൊ അവരെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരെയും വിളിക്കും. ഒരു സീനിയോറിറ്റി വയസ്സിലൊന്നും അല്ല, വന്ന സീനിയോറിറ്റി വിളിക്കണം. ആദ്യത്തെ ശ്രീരാജ് ആണ്. കട്ടപ്പനയിൽ നിന്ന് വന്നാണ് രാവിലെ കേട്ടോ. നെടുങ്കണ്ടം സ്വദേശിയാണ് ശ്രീരാജ്. ശ്രീരാജ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് അല്ലേ? ശ്രീരാജിനെ നമ്മൾ ആദ്യമായിട്ട് ആദരിക്കുന്നു. നല്ലൊരു സീനിയർ ടെക്നീഷ്യനായിട്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. വളരെ മിടുക്കനായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. നല്ല സാലറി ഒക്കെ ഉണ്ട്. അടുത്തായി മൊബൈൽ സോൺ ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ അഭിജിത്ത് ആറിനെ വളരെ സ്നേഹത്തോട് ക്ഷണിക്കണം. അഭിജിത്ത് ഓടി വേണം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണ് അഭിജിത്ത്. അഭിജിത്തിനെ വളരെ സ്നേഹത്തോട് എറണാകുളത്തും ഇവിടെ വന്ന് പഠിച്ചാണ് ഹോസ്റ്റലിൽ നിന്ന്. ഗോകുലം എല്ലാവരും മൊബൈൽസ് ഭരണിക്കാവും. ഗോകുലമ്മിനെ വളരെ സ്നേഹത്തോടു കൂടി നല്ലൊരു അധ്യാപകനോട് കൂടിയാണ് ഞാനല്ല പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ അടുത്തായിട്ട് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബാച്ചിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ 7 വർഷം മുമ്പ് ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. ഇവരാണ് ഞങ്ങളുടെ വിജയം, ഏറ്റവും വലിയ വിജയം. ഇപ്പൊ നമ്മുടെ നോബിൾ കട്ടപ്പന മുരിക്കാശ്ശേരി എന്നുള്ള ആളാണ്. ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന പൈസ വീട്ടിൽ പോകുന്നത്. ഏഷ്യൻ മൊബൈൽസിലെ സീനിയർ ടെക്നീഷ്യനാണ് ചാരും. അടുത്തായിട്ട്
വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുവാണ്. ഇവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കൂടുതൽ പറഞ്ഞ സമയം പോകും. ബോച്ചയ്ക്ക് അടുത്ത പരിപാടിയുണ്ട്. അതുപോലെ ചാരുമൂട് സെൽ കെയറിൽ വർക്ക് ചെയ്യുന്ന അഭിജിത്ത് എസിനെ, അഭിജിത്ത് നമ്മുടെ കൂടാണ് ആദ്യം 1-1.5 വർഷം വർക്ക് ചെയ്തത്. ഇപ്പൊ നല്ല സാലറി ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോയി. ഇല്ല, നമുക്ക് സന്തോഷമുള്ളൂ കൂടുതൽ സാലറി കിട്ടുന്ന കാര്യം. അതായത് അർജുൻ അംബുജാഷനുണ്ട്. അദ്ദേഹം AT മൊബൈൽസ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അർജുനെ വളരെ സ്നേഹത്തോടെ ഇനി പേര് തരാതെ ആരെങ്കിലും ഉണ്ടോ? ഒരാളേ ഉള്ളോ? അടുത്തായിട്ട് അർജുനെ വിളിച്ചത് അല്ലേ? അടുത്തായിട്ട് അഭിജിത്ത് എസ്. അഭിജിത്ത് പി. സ്വന്തമായിട്ട് തുടങ്ങാൻ പോവാം. മറ്റന്നാൾ ഉദ്ഘാടനം. നമ്മൾ 20 പേരെ ആയിരുന്നു ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ കൊടുക്കും. പൊന്നാടായിട്ട് പോകാൻ ആദരിച്ചു. ഓക്കെ, ജെൻസൺ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഒരു വർഷത്തോളം. അതിനുശേഷം ഇപ്പോൾ ചങ്ങനാശ്ശേരി മൊബൈൽ കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും പേര് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഇപ്പോൾ മിലീഷ്യയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി സെറ്റപ്പ്, വെൽ എക്യുപ്ഡ് ഓഫീസാണ് ഞാൻ കാണുകയായിരുന്നു. എന്തൊരു യൂണിഫോമിറ്റിയാണ് ഉള്ളത്. മാത്രമല്ല പഠിച്ചു പോയ ഒരുപാട് സ്റ്റുഡൻസ് തിരിച്ചു വന്നിരിക്കുകയാണ്. അവർക്കൊക്കെ അവാർഡ് കൊടുത്തു. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വാളിറ്റിയാണ്. സാധാരണ പഠിച്ചു പോയാൽ പിന്നെ അവരൊന്നും കാണില്ല. പഠിച്ചു പോയവർ തിരിച്ചു വന്നതിന്റെ അർത്ഥം ആ നന്ദിയും അവർക്ക് കിട്ടിയ ഗുണവും ക്വാളിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി അറിയാം എന്തുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ഉള്ള ആളാണ്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ്, പാർട്ട്ണറാണ് ഇവിടെ നിൽക്കുന്ന വിനീഷിന്റെ. മറ്റൊരാളുണ്ട് നിതിൻ, ഗൾഫിലാണുള്ളത്. അത് വലിയൊരു ടീം സെറ്റാണ്, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടീമാണ്. ഒരുപാട് ഇതുപോലെ ബ്രാഞ്ചുകൾ ലോകത്തുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ എനിവേ, വിഷ് യു ഗുഡ് ലക്ക്. ഇത്രയും നല്ല ഫോളോ അപ്പും ക്വാളിറ്റി ഉള്ള ഒരാളാണ്. എന്നെ തന്നെ ഒരു 6 മാസമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ എത്തിക്കാനായിട്ട്. എന്തായാലും കറക്റ്റ് ടൈമിലാണ് എത്തിയിരുന്നത്. എല്ലാം നന്നായിട്ട് നടക്കും. പിന്നെ ഇതുവരെ ചെയ്തതൊന്നും മോശം വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാം നന്നായി വരട്ടെ. വിഷ് യു ഗുഡ് ലക്ക്. സോ conquer the world with love. Love you everybody. You're on Mochi. ഇത് ബോച്ചേറ്റിയുടെ ലക്കി ഡ്രോ ടിക്കറ്റ് ബോച്ചെ പാർട്ട്ണർ എന്നുള്ള ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി ഷോറൂം മാവേലിക്കര ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് ദിവസേന 13,704 പേർക്ക് ക്യാഷ് പ്രൈസ്, ദിവസവും 10 ലക്ഷം വീതം ഓരോരുത്തർക്ക് 25 കോടി രൂപ ബമ്പർ പ്രൈസ്. അപ്പോൾ കോടീശ്വരനാവാൻ, ലക്ഷാധിപതിയാവാൻ മാവേലിക്കര ഈ പറയുന്ന അഡ്രസ്സിൽ വരികയോ വിളിക്കുകയോ ചെയ്താണ്. ഓക്കെ, ഗുഡ് ലക്ക്. ഈ ബിൽഡിംഗിന്റെ പേര് പാലമൂട്ടിൽ ഗോൾഡൻ കോംപ്ലക്സ്. പാലമൂട്ടിൽ ഗോൾഡൻ കോംപ്ലക്സിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോ ആദ്യത്തെ വിൽപ്പന നടത്തുകയാണ് സംവിധായകൻ സജി കെ പിള്ളை. 10 ലക്ഷം അടിക്കട്ടെ, അടിക്കട്ടെ, ഇല്ലെങ്കിൽ 25,000, അങ്ങനെ 13,000 ചില്ലാൻ പ്രൈസ്, ക്യാഷ് പ്രൈസ് എന്തെങ്കിലും ഒരെണ്ണം അടിച്ചിരിക്കും. നമ്മുടെ കൈ കൊണ്ട് തന്നിട്ട് മോശമാവാറില്ല. കാശ് തരാൻ മറക്കണ്ട. 40 രൂപയാണ്. അപ്പൊ തിരിച്ച് 160. ആദ്യത്തെ കച്ചവടത്തിന് തിരിച്ചു കൊടുക്കണ്ടേ? കാശിന്റെ കാര്യമൊക്കെ കറക്റ്റാണ്. 160 ഇവിടെ നിന്ന് സ്റ്റോക്ക് തീരും. 20 രൂപ ബാക്കി കൊടുക്കാം. 20 രൂപ ബാക്കി. വിചിത്ര സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനോരമ എല്ലാ പത്രത്തിലും ടിവിയിലും ഒക്കെ വന്നതാണ്. നമ്മുടെ ബോച്ചേറ്റിയുടെ ആദ്യത്തെ നറുക്കെടുപ്പില് 10 ലക്ഷം അടിച്ച ശ്രീദേവിയാണ്.
ചെട്ടിക്കുളങ്ങര മറക്കില്ല. ചെട്ടിക്കുളങ്ങര ആദ്യത്തെ ആളാണ്. ഇപ്പൊ ഞാൻ മാവേലിക്കര വേറൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. പക്ഷെ നോക്കുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. വീണ്ടും ചായപ്പൊടി വാങ്ങി അടുത്ത 10 ലക്ഷത്തിന്റെ ചായപ്പൊടി വാങ്ങാൻ വന്നിരിക്കുകയാണ്. എന്തായാലും വീണ്ടും അടിക്കുന്നത് കാശ് എന്താ പിശുക്ക്? 10 ലക്ഷം കിട്ടിയിട്ട് വീണ്ടും കാശ് തരാൻ മറക്കുകയാണ്. ബാക്കി കൊടുക്കാം. സ്റ്റോക്ക് കുറവാണ്. ബാക്കി സ്റ്റോക്ക് പിന്നെ വാങ്ങിച്ചോളൂ.